വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് മുഖ്യമായും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നിഷ്പാദക കർമ്മലിത്ത സന്യാസികളുടെ ഡെലിഗേറ്റുമാരോടും സുപ്പീരിയർമാരോടും പരിശുദ്ധ പിതാവ് പറഞ്ഞ ഒരു പ്രസംഗമാണ്. സിസ്റ്റേഴ്സിനെ കുറിച്ച്, പ്രത്യേകിച്ച് ധ്യാനാത്മക ജീവിതം നയിക്കുന്ന സിസ്റ്റേഴ്സിനെ കുറിച്ച് അവർ പറഞ്ഞ വാക്കുകൾ നമുക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ പിതാവിൻ്റെ സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സന്യാസി കൂടിയായ പരിശുദ്ധ പിതാവിന് അവരോട് പറയാനുള്ള കാര്യങ്ങളാണ്. വിവിധ കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർമാർ ഒന്നിച്ചു കൂടുന്ന അവസരത്തിൽ പരിശുദ്ധ പിതാവ് അവരോട് സംസാരിക്കാറുണ്ട്. ഈ നിഷ്പാദക കർമ്മലിത്ത സന്യാസികളോട്, അതിൻ്റെ ഡെലിഗേറ്റുമാരോട്, സുപ്പീരിയർമാരോട് പരിശുദ്ധ പിതാവ് പറഞ്ഞ പ്രധാനപ്പെട്ട ആശയം ധ്യാനാത്മക ജീവിതത്തിലേക്കുള്ള ദൈവവിളി യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നില്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനുള്ള സാക്ഷ്യമാണ് അതായിരിക്കണം എന്നാണ്. ഈ ആശയം ഇവരെ ഒന്നിച്ചു വന്നത് നമുക്കറിയാം. അവരുടെ നിയമാവലി ഒന്ന് പരിഷ്കരിക്കുന്നതിന് അവരൊന്നിച്ച് കൂടിയതാണ്. ആ ഒരു വീക്ഷണത്തിലാണ് പരിശുദ്ധ പിതാവ് തൻ്റെ പ്രസംഗം അവരോട് നടത്തിയത്, തൻ്റെ നിർദ്ദേശങ്ങൾ നൽകിയത്. ഇവിടെ പരിശുദ്ധ പിതാവ് പറയുകയാണ്, യാഥാർത്ഥ്യത്തിൽ നിന്നും വേർപെട്ട് ആന്തരികമായ ആത്മീയ സമാശ്വാസത്തിലോ പ്രാർത്ഥനയിലോ അഭയം തേടുന്നതിൽ നിന്നും ഏറെ വ്യത്യസ്തത ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സ്പർശിക്കപ്പെടാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതിനുള്ള യാത്ര നടത്തുന്നവരാണ് നിങ്ങൾ. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരെ ധ്യാനാത്മക ജീവിതത്തിന് മിണ്ടാമടമൊക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണല്ലോ. മാറുമ്പോഴും അത് ഒരു ആത്മീയ സമാശ്വാസം സ്വന്തമായി നേടുന്നതിന് വേണ്ടിയുള്ള ഒരു പിൻവാങ്ങലല്ല, പ്രാർത്ഥനയിൽ അഭയം തേടലല്ല. പ്രാർത്ഥനയ്ക്ക് മാത്രമാണെന്നും പറഞ്ഞ് സുഖമായിട്ടിരിക്കാൻ ആഗ്രഹിക്കും, അത് മാത്രമല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സ്പർശിക്കപ്പെടാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതിനുള്ള ഒരു യാത്രയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ധ്യാനാത്മക ജീവിതത്തിലേക്ക് വിളി സ്വീകരിച്ചവർ നടത്തുന്നത് എന്ന് പാപ്പ പറയുകയാണ്. അങ്ങനെ നിങ്ങളുടെ അസ്തിത്വം മുഴുവൻ, ജീവിതം മുഴുവൻ അവിടുത്തെ സ്നേഹത്താൽ നിറയപ്പെടുന്നതിനും അവനോടൊന്നായി നിങ്ങൾ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും എല്ലാം അവൻ പ്രകടമാകുന്നതിനുമുള്ള വിട്ടുകൊടുക്കലാണ് നിങ്ങളുടെ ജീവിതം. അതാണ് ധ്യാനാത്മക ജീവിതം നയിക്കുന്ന ആളുകളോട് മാർപ്പാപ്പയ്ക്ക് പറയാനുള്ള കാര്യം. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം മുഴുവനും നമുക്ക് ഓടിച്ച് നോക്കാം. അവർക്ക് രാവിലെയാണിത് കൂടിക്കാഴ്ച നടന്നത്. സുപ്രഭാതം ആശംസിച്ചു, അവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു. സ്പാനിഷ് ഭാഷയിലാണ് പരിശുദ്ധ പിതാവ് അവരോട് സംസാരിച്ചത്. നിങ്ങളുടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ഒന്നിച്ചു കൂടിയിരിക്കുന്ന നിങ്ങളുമായി ഈ കൂടിക്കാഴ്ച നടത്തുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് എന്ന് ആദ്യമേ പാപ്പ പറഞ്ഞു. 1990കളിൽ പരിഷ്കരിച്ച ഭരണഘടന അനുസരിച്ചായിരുന്നു നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് സുപ്രധാനമായ ഒരു ദൗത്യം നിർവഹിക്കാനാണ്. അത് അടിസ്ഥാനപരമായ സമൂഹ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അനിവാര്യമാക്കുന്ന ഒരു മാനുഷിക ആവശ്യമാണെന്ന് മാത്രമല്ല, അത് ആത്മാവിൻ്റെ ഒരു കാലം കൂടിയാണ്. നിങ്ങളുടെ കൂടിവരവ് ഈ കാലഘട്ടത്തിൽ അത് പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥനയ്ക്കും വിവേചിച്ചറിയലിനുമായി നിങ്ങളെ തന്നെ സമർപ്പിക്കേണ്ട ഒരു സമയമാണിത് എന്ന് പാപ്പ അവരോട് പറഞ്ഞു. ഈ കൂടിവരവ് അതാണല്ലോ അർത്ഥം വയ്ക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കായി
ആന്തരികമായി തുറവുള്ളവരായി കർത്താവ് നിങ്ങളെ വിളിച്ച ധ്യാനാത്മക ജീവിതത്തിന് വലിയ കരുത്ത് പകരുന്നതിനായി പുതിയ രീതികൾ, ഒരു പുതിയ ഭാഷ, പുതിയ പാതകൾ കണ്ടെത്തുവാൻ നിങ്ങൾ വെല്ലുവിളിക്കപ്പെട്ടിട്ടുണ്ട്. ആ വെല്ലുവിളി സ്വീകരിച്ചാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാർമലിലെ കാരിസം അതെക്കാലവും ഒന്ന് തന്നെയാണ്, അത് മാറ്റാൻ സാധിക്കില്ലല്ലോ. പരിരക്ഷിക്കപ്പെടുകയും ദൈവമഹത്വത്തിനും സഭയുടെ നന്മയ്ക്കുമായി കൂടുതൽ പേർ മനസ്സിലാക്കുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യണം. അതിനാണ് ഈ നിയമാവലി പരിഷ്കരിക്കുന്നത്. ഒരു കർമ്മല സന്യാസി നന്നായി ജീവിക്കുമ്പോൾ പാപ്പ പറയുകയാണ്, അത് മറ്റുള്ളവരെ ആകർഷിക്കുന്നു. നല്ല ജീവിതമാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്നില്ലേ? മാർപ്പാപ്പ അവരോട് ചോദിച്ചു. ശലഭങ്ങൾ പ്രകാശത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെയാണിത്. അത് ആകർഷിക്കുന്നു, വശീകരിക്കുന്നു, അതിലേക്കൊരാകർഷണം വരുന്നു. ഇതാണ് ഈ സമർപ്പിത ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്നാണ് പാപ്പ പറഞ്ഞത്. ഭരണഘടനയുടെ നവീകരണം എന്നാൽ വാസ്തവത്തിൽ താഴെ പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ധ്യാനിക്കണം, അത് നാം നിഷേധിക്കരുത്. പഴയ കാലത്തെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കിക്കൊണ്ട് പുതിയത് സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഭാവിയിലേക്ക് നോക്കുന്നതിനായാണ് നാം പഴയ കാലത്തെ ധ്യാനിക്കേണ്ടത്. വാസ്തവത്തിൽ ധ്യാനാത്മക ദൈവവിളി, കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാണ് കർമ്മലിത്ത ജീവിതം, നിസ്പാദുക കർമ്മലിത്ത സന്യാസികൾ എന്ന് അറിയാമല്ലോ. ധ്യാനാത്മക ദൈവവിളി എന്നാൽ അഗ്നിസ്ഫുലിംഗങ്ങളെ സേവിക്കലല്ല, പിന്നെയോ അവയെ അഗ്നിജാലകളാക്കി ഊതിക്കത്തിക്കലാണ്. അതാണ് കൂടുതൽ തീ ഉണ്ടാകണം, അഗ്നി ഉണ്ടാകണം. അങ്ങനെ അവ കത്തി ഉയരുന്നതിനും സഭയ്ക്കും ലോകത്തിനും ചൂട് പകരുന്നതിനും ഇടയാക്കുകയാണ് വേണ്ടത്. ഞാൻ നിങ്ങളെ കാണുമ്പോൾ ആ കാര്യമാണ് ചിന്തിക്കുന്നത് എന്നും പാപ്പ അവരോട് പറഞ്ഞു. നിങ്ങളുടെ ഓർമ്മയും, കർമ്മലിത്ത സഭയുടെ ചരിത്രം എല്ലാവരെയും സംബന്ധിച്ച് ശരിയാണ്. നമ്മുടെ ചരിത്ര ബോധം നമുക്ക് വേണം. അവിടെ നിന്നുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ചരിത്രത്തിൻ്റെ ഓർമ്മയും വർഷങ്ങളിലൂടെ പക്വത പ്രാപിച്ച ഭരണഘടനയുടെ ഘടകങ്ങളും ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന തുറവും, ഇത് നമ്മുടെ കയ്യിലുള്ളതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഒരു പുതിയ തുറവിലേക്ക് ആത്മാവ് നമ്മളെ നയിക്കുന്നത്. സുവിശേഷത്തിൻ്റെ നൂതനതയിലേക്ക് നയിക്കുന്ന ജീവിത അനുഭവങ്ങളും മാനുഷിക വെല്ലുവിളികളും കർത്താവ് കാണിക്കുന്ന അടയാളങ്ങളിലേക്ക് തുറക്കുന്ന സമ്പന്നതയുടെ സ്രോതസ്സുകളാണ് എന്ന് മനസ്സിലാക്കണം. പാപ്പ പറയുകയാണ്, എന്തൊക്കെയാണ്? നിങ്ങളുടെ ചരിത്രത്തിൻ്റെ ഓർമ്മ, വർഷങ്ങളിലൂടെ നിങ്ങൾ പ്രാപിച്ച പക്വത, ഭരണഘടനയിലൂടെയുള്ള ഘടകങ്ങൾ, അതെല്ലാം അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് നിങ്ങളെ തന്നെ തുറന്നു കൊടുക്കുന്നത്, അതെല്ലാം സുവിശേഷത്തിൻ്റെ നിത്യനൂതനയിലേക്ക്, സുവിശേഷം എന്നും നിത്യനൂതനമാണ്, അതിലേക്ക് നയിക്കുന്ന ജീവിതാനുഭവങ്ങളും മാനുഷിക വെല്ലുവിളികളും കർത്താവ് കാണിക്കുന്ന അടയാളങ്ങളായി നിങ്ങൾ തിരിച്ചറിയണം എന്ന് പാപ്പ അവരോട് പറഞ്ഞു. അങ്ങനെയാണ് കാരിശം കാത്ത് സൂക്ഷിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ കാരിശം, ദാനം ലഭിച്ചതാണ്. അതിനെ കാത്തു സംരക്ഷിക്കണം. അത് മാറുന്നില്ല. കാരിശം, കർമ്മലിത്ത കാരിശം മാറ്റാൻ പറ്റില്ല. അത് ശ്രവിക്കണം. കർത്താവ് ഓരോ നിമിഷവും ആവശ്യപ്പെടുന്നതിനോട് തുറവുള്ളവരും നമ്മൾ ആകണം. അത് നിങ്ങളുടെ ഈ ദിവസങ്ങളിലെ, ഈ കാലഘട്ടത്തിലെ പര്യാലോചനയിലും പ്രാർത്ഥനയിലും കടന്നു വരട്ടെ എന്ന് മാർപ്പാപ്പ അവരോട് പറഞ്ഞു. സമർപ്പിത ജീവിതത്തിലുള്ള എല്ലാവരെയും സംബന്ധിച്ച് ഇത് വാസ്തവമാണ് എന്നും പാപ്പ പറഞ്ഞു. എന്നാൽ ആവൃത്തിക്കുള്ളിൽ കഴിയുന്ന സ്ത്രീകൾ എന്ന നിലയിൽ അതിനെ പ്രത്യേക വിധത്തിൽ നിങ്ങൾ തിരിച്ചറിയണം. കാരണം നിങ്ങളുടെ ജീവിതങ്ങൾ ലോകത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്നതിൻ്റെയും
അതിൽ മുഴുകുന്നതിൻ്റെയും സംഘർഷം മനസ്സിലാക്കുന്നു. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ലോകത്തിൽ നിന്ന് മാറി വരുന്നു ആ വൃതിയിലേക്ക്, അതോടൊപ്പം തന്നെ നിങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നു. രണ്ടുമുണ്ട് കർമ്മലിത്ത കാരിസത്തിൽ. യാഥാർത്ഥ്യത്തിൽ നിന്നും വേർപെട്ട് ആന്തരികമായ ആത്മീയ സമാശ്വാസത്തിലോ പ്രാർത്ഥനയിലോ അഭയം തേടുന്നതിൽ നിന്നും ഏറെ വ്യത്യസ്തരായി. ഇതല്ല നിങ്ങളുടെ ലക്ഷ്യം. യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്ന് ആന്തരികമായ ആത്മീയ സമാശ്വാസം തേടലല്ല, പ്രാർത്ഥനയിലോ അഭയം തേടലല്ല, നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഏറെ വ്യത്യസ്തരായി ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സ്പർശിക്കപ്പെടാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതിനുള്ള യാത്ര നടത്തുന്നവരാകണം നിങ്ങൾ. അതാണ് പ്രധാനം. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സ്പർശിക്കപ്പെടാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ നിങ്ങളുടെ അസ്തിത്വം മുഴുവൻ അവിടുത്തെ സ്നേഹത്താൽ നിറയപ്പെടുന്നതിനും അവിടുത്തോട് ഒന്നായി നിങ്ങൾ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും എല്ലാം അവൻ പ്രകടമാകുന്നതിനുമുള്ള വിട്ടുകൊടുക്കലായി അത് മാറും. ആമുഖത്തിൽ ഞാനത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതായിരുന്നു ആ പ്രസംഗത്തിൻ്റെ ഒരു കാതലായി അവരോട് പറഞ്ഞത്. ധ്യാനാത്മക ജീവിതത്തിൻ്റെ പാത അടിസ്ഥാനപരമായി സ്നേഹത്തിൻ്റെ പാതയാണ്. അത് ദൈവത്തിലേക്ക് ഉയർത്തുന്ന ഒരു ഗോവണിയാണ്. പാപ്പ പറഞ്ഞു, ലോകത്തിൽ നിന്നും വേർപെടുത്തുകയല്ല അത് ചെയ്യുന്നത്. ഗോവണി ഉറപ്പിക്കപ്പെടുന്നത് ഭൂമിയിൽ തന്നെയാണ്. നാം സ്വീകരിച്ച സ്നേഹത്തിൻ്റെ സാക്ഷികളായി കൂടുതൽ ഉറപ്പിച്ച് നിർത്തുകയാണ് ഈ ഗോവണി അവിടെ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നത്. പിന്നീട് കർമ്മലിത്ത സഭയുടെ നവീകരണത്തിന് ഏറ്റവും കൂടുതൽ യത്നിച്ച അമ്മ ത്രേസ്യായുടെ ഏതാനും ചിന്തകളാണ് പരിശുദ്ധ പിതാവ് കുറിക്കുന്നത്. അമ്മ ത്രേസ്യ അവളുടെ തീക്ഷ്ണമായ വിശ്വാസത്താലും ജ്ഞാനത്താലും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മൗതികവും ആന്തരികവുമായ ഐക്യത്താൽ ദൈവം ആത്മാവിനെ അവിടുത്തോടെ ചേർത്ത് നിർത്തുന്നു എന്ന് ഈ അമ്മ ത്രേസ്യായ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. അതായിരിക്കുന്ന വിധത്തിൽ അവൻ തൻ്റെ സ്നേഹത്താൽ മുദ്രണം ചെയ്ത്, ആത്മാവിനെ തൻ്റെ സ്നേഹത്താൽ മുദ്രണം ചെയ്ത് നമ്മുടെ ജീവിതത്തിലാകെ അതിനെ വ്യാപിപ്പിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നത് എന്ന് അമ്മ ത്രേസ്യ പറയുകയാണ്. എന്നാൽ ഒരിക്കലും നമ്മെ നമ്മുടെ അനുദിന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവൻ പിൻവലിക്കുകയോ ആത്മീയ കാര്യങ്ങളിലേക്ക് മാത്രം പലായനം ചെയ്യുവാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നില്ല എന്ന് അമ്മ ത്രേസ്യ പഠിപ്പിച്ചു. പ്രാർത്ഥനയ്ക്കും നിശബ്ദതയ്ക്കുമുള്ള സമയം അത്യാവശ്യമാണെന്ന് അവൾ വ്യക്തമാക്കി. എന്നാൽ അവയെ സഭയുടെ ശുശ്രൂഷയ്ക്കായി നിറവേറ്റുന്നതിന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന അപ്പസ്തോലിക പ്രവർത്തനത്തിനും അനുദിന പ്രവർത്തനങ്ങൾക്കുമുള്ള സ്രോതസ്സായി കാണണമെന്നും അമ്മ ത്രേസ്യ പഠിപ്പിച്ചു. അമ്മ ത്രേസ്യ പറയുന്നത് പോലെ മാർപ്പാപ്പ ഉദ്ധരിക്കുകയാണ്, മാർത്തയും മറിയവും നമ്മുടെ കർത്താവിനെ ശുശ്രൂഷിക്കണം. രണ്ടും കൂടെ ഒന്നിപ്പിക്കുന്നവരാണ്. അവിടുത്തെ അവരുടെ അതിഥിയായി കണക്കാക്കണം. അവിടുത്തേക്ക് ഭക്ഷണം കൊടുക്കാത്ത ആതിഥ്യമര്യാദയില്ലാത്തവരാകരുത് നിങ്ങൾ. അവിടുത്തേക്ക് കർത്താവിന്, അവിടുത്തെ പാദത്തിലിരിക്കുന്ന മറിയത്തിന് അവളുടെ സഹോദരി സഹായിച്ചില്ലെങ്കിൽ അതെങ്ങനെയാണ് സാധിക്കുക? രണ്ടും കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ്. എല്ലാ തരത്തിലും ആത്മാക്കളെ അവിടുന്നിലേക്ക് ആകർഷിക്കുക എന്നതും അങ്ങനെ അവർ അവിടുത്തെ എന്നും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുക എന്നതുമാണ് അവിടുത്തെ ഭക്ഷണം എന്ന് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ അവളുടെ വലിയ ഗ്രന്ഥം ആഭ്യന്തരകർമ്മ്യം എന്ന പുസ്തകത്തിൽ 7-4 നമ്പറുകളിൽ പറഞ്ഞിട്ടുണ്ട്. അധ്യായത്തിൽ 17-18 വചനങ്ങളാണ്. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ, എന്നേക്കാൾ കൂടുതൽ അറിയാമല്ലോ എന്ന് മാർപ്പാപ്പ അവരോട് സംസാരിക്കുകയും ചെയ്തു. ഇങ്ങനെ ധ്യാനാത്മക ജീവിതത്തെ അനുദിന ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിൻവലിക്കുന്ന ആത്മീയ ആലസ്യത്തിൽ പെടുത്താതെ സൂക്ഷിക്കണം. നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. അത് വിവേചിച്ചറിയലിനുള്ള ആന്തരിക പ്രകാശം തുടർന്നും നൽകിക്കൊണ്ടിരിക്കും.
ഇത് മനസ്സിലാക്കാത്ത ഒരു വൈദികൻ അവരെ ഉറക്കത്തിൽ നടക്കുന്ന നിഷ്ക്രിയ സന്യാസികൾ എന്ന് വിളിച്ചു. ഒരു വൈദികൻ്റെ വാക്കുകളാണ് കന്യാസ്ത്രീകളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത് മാർപ്പാപ്പ ഇവിടെ ഉദ്ധരിക്കുകയാണ്. നിങ്ങളുടെ ഭരണഘടന നവീകരിക്കുന്നതിനും ആശ്രമങ്ങളും സമൂഹ ജീവിതവും നേരിടുന്ന നിരവധിയായ യഥാർത്ഥ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിനും വേണ്ട പ്രകാശം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ആ പ്രകാശം സുവിശേഷത്തിൻ്റെ പ്രത്യാശയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അവരോട് പറഞ്ഞു. സുവിശേഷത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതാണ് പ്രത്യാശ പകരുന്നത്. എന്നാൽ എപ്പോഴും അത് നിങ്ങളുടെ സ്ഥാപക പിതാക്കളിലും നിങ്ങളുടെ സ്ഥാപക മാതാക്കളിലും വിശുദ്ധ യോഹന്നാനിലും വേരുറച്ചതായിരിക്കണം, അത് മാറ്റിക്കൊണ്ടായിരിക്കരുത് എന്നും അവരോട് പറയുകയാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് ജോൺ ഓഫ് ദി ക്രോസ്, അമ്മ ത്രേസ്യ അവരെ ഏറ്റവും അധികം സഹായിച്ച വ്യക്തികളാണ്. അവരിൽ നിന്നാണല്ലോ ഇതിൻ്റെ തുടക്കം, കൂടുതൽ കാരിസം നവീകരണം വന്നിട്ടുള്ളത്. സുവിശേഷത്തിൻ്റെ പ്രത്യാശ എപ്പോഴും മാനുഷിക കണക്ക് കൂട്ടലുകളിൽ നിന്നും ഭ്രമങ്ങളിൽ നിന്നും ഭിന്നമാണ് എന്ന് മാർപ്പാപ്പ അവരെ ഉത്ബോധിപ്പിച്ചു. ദൈവത്തിലുള്ള കീഴടങ്ങൽ അതിന് അത്യാവശ്യമാണ്. നാം ദൈവത്തിന് കീഴടങ്ങണം. നമ്മുടെ കണക്കുകൂട്ടലുകൾ മാത്രമായി കാര്യങ്ങൾ മുന്നോട്ട് പോകരുത്. നമ്മുടെ ഭ്രമങ്ങളും ആഗ്രഹങ്ങളും അതല്ല നയിക്കേണ്ടത്. അവിടുന്ന് നമുക്ക് തരുന്ന അടയാളങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കണം. ഒന്നിച്ചു വരവിലും പ്രാർത്ഥനയിലും അത് സാധിക്കും. ചില ധീരവും സാഹസികവുമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം, വേണ്ടിവരും. അവ നമ്മെ എവിടെ എത്തിക്കുമെന്ന് പോലും ചിന്തിക്കാതെ ദൈവം നയിക്കുന്നതാണെങ്കിൽ, ദൈവവിളികളെക്കുറിച്ചോ ഒരാശ്രമവും സമൂഹ ജീവിതത്തിൻ്റെ രീതിയും വേണ്ടെന്ന് വയ്ക്കുന്നതിനെക്കുറിച്ചോ ആലോചിക്കുമ്പോൾ മാനുഷികമായി പ്രതിരോധിക്കുന്ന വിധത്തിനും അപ്പുറം ചിന്തിക്കാനാവണം എന്നാണ്. മാനുഷിക പ്രതിരോധത്തിനപ്പുറം നിങ്ങൾക്ക് ചിന്തിക്കാൻ ആത്മാവ് നിങ്ങളെ നയിക്കണമെന്ന് പരിശുദ്ധ പിതാവ് അവരെ വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞ കാലത്തോടുള്ള ഗ്രഹാതുരമായ ബന്ധത്തിൽ നിന്നും ഉണ്ടാകുന്നതാകും പ്രതിരോധ ചിന്ത. അത് ശരിയാവില്ല. കഴിഞ്ഞ പോലെ തന്നെ പോകണം, അത് ഒട്ടും മാറ്റാൻ പറ്റില്ല എന്ന നിലപാടെടുക്കുന്നത് ശരിയല്ല. ഗതകാല സുഖസ്മരണ ശരിയാവില്ല, മാർപ്പാപ്പ പറയുകയാണ്. എന്നാൽ സുവിശേഷ പുണ്യമായ പ്രത്യാശ നമ്മുടെ ഇന്നു വരെയുള്ള ചരിത്രത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിൽ നമുക്ക് ആനന്ദം തരും. ഒപ്പം നാം സ്വീകരിച്ച വേരുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭാവിയിലേക്ക് നോക്കുവാൻ നമുക്ക് കരുത്ത് പകരുകയും ചെയ്യും. ഇതാണ് കാരിസം, കാത്തു സൂക്ഷിക്കേണ്ട രീതി എന്ന് മാർപ്പാപ്പ അവരോട് പറഞ്ഞു. മുന്നോട്ട് പോകുന്നതിനുള്ള സ്വപ്നം അപ്പോൾ നന്നായി നടക്കുമെന്നും അവരെ ഓർമ്മിപ്പിച്ചു. മുന്നോട്ട് നോക്കുക, ഇതാണ് നിങ്ങൾക്കുള്ള എൻ്റെ ആശംസ. മുന്നോട്ട് നോക്കണം, നാളെയിലേക്ക് നോക്കണം. സുവിശേഷ പുണ്യമായ പ്രത്യാശയോടെ നിങ്ങൾ ഭാവിയിലേക്ക് നോക്കണം. നിഷ്പാദകരായി, അതായത് ദൈവത്തിനായി എല്ലാം ത്യജിച്ചതിൽ നിന്നും കിട്ടുന്ന സ്വാതന്ത്ര്യത്തോടെ, ഇന്നലകളിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് നാളെ നിങ്ങൾക്ക് നോക്കാൻ കഴിയണം. കർത്താവിൻ്റെ സന്നിധിയിലുള്ള സമ്പൂർണ്ണ ലയനം നിങ്ങളെ എപ്പോഴും സാഹോദര്യത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ആനന്ദം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ യാത്രയിൽ ദിവ്യനാഥ നിങ്ങൾക്കൊപ്പം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളെയും നിങ്ങളുടെ ഈ ദിവസങ്ങളിലെ ചർച്ചകളെയും നിങ്ങളുടെ സമൂഹങ്ങളെയും ഞാൻ ആശീർവദിക്കുന്നു എന്ന് അവർക്ക് ഉറപ്പ് നൽകി. ആശ്രമങ്ങളിലെ സന്യാസിനികളെ ആശീർവദിക്കുന്നു ഞാൻ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന വാക്കുകളോടെയാണ് പരിശുദ്ധ പിതാവ് തൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിച്ചത്. അപ്പോൾ ഇത് വലിയ 2-3 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവസ്നേഹത്താൽ സ്പർശിക്കപ്പെടാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നതിലാണ് ധ്യാനാത്മക ജീവിതത്തിൻ്റെ അന്തസത്ത നിലനിൽക്കുന്നത്. അതേസമയം നിങ്ങൾ സമർപ്പിതരാണ്, ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, ഒപ്പം ലോകത്തിൻ്റെ ഇടയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നവരുമാണ്. ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കുന്ന ഇതിൻ്റെ ആവശ്യകതയും നിങ്ങളുടെ നിയമാവലിയിൽ ഉണ്ടാകണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്.
എപ്പോഴും നയിക്കേണ്ടത് സുവിശേഷത്തിൻ്റെ പ്രത്യാശയാണ്. ഇത് നമ്മുടെ എല്ലാ ക്രിസ്തീയ ജീവിതത്തിലും പ്രസക്തമാണ്, അർത്ഥവത്താണ്. സിസ്റ്റേഴ്സിന്, പ്രത്യേകിച്ച് കർമ്മലിത്ത നിസ്പാദക സമൂഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ ഇടയാകട്ടെ.